റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു അടിപൊളി കോൺസെപ്റ്റ് എൻ്റെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി ഈ വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും, വേറെ ഒന്നുമല്ല, സ്ഫെറിക്കൽ മിറേഴ്സ് ആണല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും ഒരുപാട് ടൈപ്പ് ഓഫ് മിറേഴ്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു സ്ഫിയർ അല്ലേ, ആ സ്ഫിയറിൽ നിന്നും ചെത്തിയെടുക്കുന്ന ഒരു പീസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ഫെറിക്കൽ ആയിട്ടുള്ള മിറേഴ്സ് എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ കപ്പ് ഐസ്ക്രീം അല്ലെ, കപ്പ് ഐസ്ക്രീം, ബോൾ ഐസ്ക്രീം നമ്മൾ പറയും. അപ്പോൾ ബോൾ ഐസ്ക്രീം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ബോൾ ഐസ്ക്രീം നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒരു വട്ടത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എങ്ങനെ ഉണ്ടാവുക, അതാ ഇങ്ങനെ ഉണ്ടാവും. മിസ് കാണിച്ചു തരാം അല്ലേ, ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ, ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഷേപ്പിലാണ് നമ്മളുടെ ബോൾ ഐസ്ക്രീം ഉണ്ടാവുക. ഈ ബോൾ ഐസ്ക്രീമിൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അടപ്പുണ്ടാവുക ആണല്ലോ. അപ്പോൾ ഈ അടപ്പ് ഇങ്ങനെ തുറന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ്, വേറൊന്നല്ല, ഒരു സ്ഫിയറിൽ നിന്നും നമ്മൾ പീസാക്കി എടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ഫെറിക്കൽ ആയിട്ടുള്ള മിറേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള മിറേഴ്സിനെയാണ് പഠിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മിറർ എന്ന് പറയുമ്പോൾ അതിനൊരു റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള സർഫസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസിനെ നമ്മൾ ഇതേപോലെ, അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാത്ത സർഫസിനെ നമ്മളിങ്ങനെ വരയിട്ടിട്ടുമാണ് കാണിക്കുക. റെഡി? അപ്പോൾ ഇതാണ് നമ്മുടെ മിററിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ മിറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിനെ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ടോ മക്കളെ അല്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ തോന്നിയാൽ തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, കോൺകേവ് മിറർ എന്നാണ് വിളിക്കുക. എന്താണ് കോൺകേവ് മിറർ? ഇനി ഇത് നോക്കിക്കേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ. എന്താണ് മക്കളെ? കോൺവെക്സ് മിററും ഉണ്ട്, കോൺകേവ് മിററുമാണ് ഉള്ളത്. ഓക്കെ, കോൺവെക്സ് മിററും ഉണ്ട്, കോൺകേവ് മിററും ഉണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് മിറേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുടനീളം പഠിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മിററിനെ കാണുമ്പോൾ തന്നെ അത് കോൺകേവ് ആണോ അതുപോലെ തന്നെ കോൺവെക്സ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇവരെ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, ഈ കോൺവെക്സും കോൺകേവും നമ്മൾ എവിടെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കേവിഷ് ആയിട്ടുള്ള ഷേപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് എന്നാണ് പറയുക. അപ്പോൾ കോൺകേവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നമുക്ക് നല്ല വലുതായിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻലാർജ്ഡ് ആയിട്ടുള്ള വലിയ ഇമേജ് തരുന്ന ആൾക്കാരാണ് കോൺകേവ്. ഇനി കോൺവെക്സ് ആണ് നമ്മളുടെ ഈ ഒരു വളവുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ടേണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളുടെ റോഡിൻ്റെ ടേണിങ്സിലൊക്കെ ഇതുപോലെ സൈഡിൽ ഒരു മിറേഴ്സ് കാണാറുണ്ട് അല്ലേ. ആ മിറേഴ്സിൽ നമുക്ക് എല്ലാ ആൾക്കാരെയും വളരെ ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ വെഹിക്കിൾസിൻ്റെ റിയർ വ്യൂ മിറർ ആയിട്ടില്ലേ, ബാക്കിലത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മിറേഴ്സ് വെക്കാറുണ്ട്. ആ മിറേഴ്സ് എന്താണ്, കോൺവെക്സ് മിറേഴ്സ് ആണ്. അപ്പോൾ ഈ കോൺവെക്സ് മിറേഴ്സിൻ്റെ ഉള്ളിൽ സൈസ് വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, റെഡി? അപ്പോൾ കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററും ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് നമ്മുടെ മിററിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിററിൻ്റെ പാർട്സ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയാലാണ് നമുക്ക് ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നോക്കാം, നമുക്ക് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മിറർ ഉണ്ട് അല്ലേ. ഈ മിററിൻ്റെ പേരെന്താണെന്ന് മിസ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇതൊരു കേവ് ഷേപ്പിലുള്ളതായതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഇതെന്താണ് മക്കളെ, ഒരു കോൺകേവ് മിറർ ആണ്. ഇനി നോക്കുക, ഈ മിററിൻ്റെ സെൻറ്ററിനെ ഞാൻ വിളിക്കുന്ന പേര്. ഓക്കെ, അപ്പോൾ ഈ മിററിനെ നടുക്ക് സെൻറ്ററായിട്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോൾ. എന്താ മക്കളെ, പോൾ. സെൻറ്റർ ഓഫ് ദ മിറർ ആണ് പോൾ എന്ന് പറയാം. ആ പോളിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ കൂടെ എന്ത് ചെയ്യാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിന് പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്താ മക്കളെ, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് നമ്മൾ പറയും.
ഓക്കെ, അപ്പം ഒരു മിററിന്റെ സെന്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് എന്ത് വിളിക്കുക? പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് വിളിക്കുക. റെഡി ആണല്ലോ? അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത് ഒരു സ്ഫിയർ ആണ് അല്ലേ? ഇതൊരു സ്ഫിയറിന്റെ ഭാഗമാണ്. റെഡി ആണല്ലോ? അപ്പൊ ഈ നോക്കുക, ഈ ഒരു കോൺകേവ് മിററിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സ്ഫിയർ ആയിട്ട് മാറും അല്ലേ? ഇതെന്തായിട്ട് മാറും? ഒരു സ്ഫിയർ ആയിട്ട് മാറും അല്ലേ? അതായത് നമ്മളുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന്റെ ഒരു ചെറിയ കഷ്ണാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കോൺകേവ് മിറർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സ്ഫിയറിന്റെ സെന്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. സി എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? സി. ഇനി ഈ പോളിന്റെയും സെന്ററിന്റെയും സെന്റർ ഓഫ് കർവേച്ചറിന്റെയും തൊട്ട് നടുക്കുള്ളതായി ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ പോൾ അഥവാ പോളിന്റെയും സെന്റർ ഓഫ് കർവേച്ചറിന്റെയും നേരെ നടുക്കുള്ള പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താ മക്കളെ? പ്രിൻസിപ്പൽ ഫോക്കസ് കേട്ടോ. അപ്പോൾ ഫോക്കസുമായി റെഡി, ഫോക്കസായി, പ്രിൻസിപ്പൽ ആക്സിസ് ആയി, പോളായി. റെഡി ആണോ? ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്? മിററിന്റെ സെന്ററിനെ നമ്മൾ പോളെന്ന് വിളിക്കുന്നു. ആ മിറർ ഭാഗമായിട്ടുള്ള സ്ഫിയറിന്റെ സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നു. ആൻഡ് പോളിന്റെയും സെന്റർ ഓഫ് കർവേച്ചറിന്റെയും നേരെ നടുക്കായിട്ടുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫോക്കസ് എന്ന് വിളിക്കുന്നു. റെഡി? ഇനി ഈ പോളിൽ നിന്നും സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. അതുപോലെ തന്നെ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. എന്താ മക്കളെ? ഫോക്കൽ ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിറേഴ്സിനെ പറ്റി അറിയേണ്ടത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമ്മൾ R എന്നാണ് പറയുക. അപ്പോൾ R എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ്. R ഈസ് ഈക്വൽ ടു 2F ആണെന്നും കൂടെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് മിറേഴ്സിന്റെ കാര്യം എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സെറ്റ് ആയിട്ടുണ്ടെന്ന് മിസ്സിന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണുള്ളത്? പോൾ ഉണ്ട്, ഫോക്കസ് ഉണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. പോളിൽ നിന്നും സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതുപോലെ തന്നെ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. റെഡി? ഇനി നമ്മൾ മിറേഴ്സിൻ്റെ അല്ലെങ്കിൽ മിററിൻ്റെ ഇമേജസ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മിററിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഞാൻ മിററിനെ വരയ്ക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? പ്രിൻസിപ്പൽ ഫോക്കസ് വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ പോള്, ഇത് ഫോക്കസ് ആണ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ മിററിൻ്റെ എന്താണ് ഒരു മിറർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിറർ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യണമെന്ന് വരയ്ക്കണമെങ്കിൽ നമുക്കതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ റേ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് റേസ് വരുന്ന സമയത്ത് ഒരു മിററിലൂടെ പാസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ റൂൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടാണ് റേസ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, പാരലൽ ആയിട്ട് വരുന്ന റേസ് നമ്മളുടെ മിററിൽ തട്ടിക്കഴിഞ്ഞാൽ ഏതിലൂടെ പോവാം? ഫോക്കസിലൂടെയാണ് പോകുക എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ പാരലൽ ആയിട്ട് വരുന്ന റേസ് ഏതിലൂടെ പോകും? ത്രൂ ഫോക്കസ്, ത്രൂ എഫിലൂടെയാണ് പോകുക. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോളിലേക്കാണ് വന്ന് തട്ടുന്നതെങ്കിൽ അത് ലോ ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? വന്ന് തട്ടുന്ന അതേ ആംഗിളിൽ എന്ത് ചെയ്യും? തിരിച്ച് പോകും. ഓക്കെ, അപ്പം എങ്ങനെയാണോ വന്ന് തട്ടുന്നത് ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് റൂൾസ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നമുക്ക് എല്ലാ ഇമേജസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് മിറേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കോൺസെപ്റ്റ്സ് ആണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ്, ഇതറിയാതെ നമുക്ക് ഒരിക്കലും സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഓരോ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് വയ്ക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, സ്ഫെറിക്കൽ മിറേഴ്സിനെ പറ്റി ഒരു ഐഡിയ എൻ്റെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ, അടുത്ത കോൺസെപ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ അത് മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ CBSE ലക്ഷ്യ ബാച്ച് ലോഞ്ച് ചെയ്ത വിവരം. അടിപൊളിയായിട്ട് സൂപ്പർ ഈസി ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ താഴെ ഒരു നമ്പർ കാണുന്നില്ലേ, ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. മാക്സിമം മക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.